നല്ല സൂപ്പർ ഒലത്ത്. ഞാൻ ഒലത്തിക്കൊണ്ട് പറയുമല്ല, ഇതുപോലൊരു ഒലത്ത് ഞാൻ കഴിച്ചിട്ടില്ല. ഇതുപോലൊരു ഒലത്ത് ഞാൻ ഒലത്തിയിട്ടുമില്ല. സൂപ്പർ. ഇന്നലത്തെ ബീഫ് കറി കൊണ്ട് ഒരു ബീഫ് ഒലത്തി ഉണ്ടാക്കിയാലോ? ബാ. നല്ല സൂപ്പർ ഇന്നലത്തെ ബീഫ് കറിയാണ്. അത് നമുക്കിന്ന് ബീഫ് ഒലത്താം, നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട്. തേങ്ങാക്കൊത്ത് ഉണ്ടാക്കാൻ തേങ്ങായ്ക്കിട്ട് പണിയുന്ന ഇച്ചിരി പണിയാണ്. മതി. ഉരുളി ചൂടായി കഴിഞ്ഞ് ആവശ്യത്തിന് എണ്ണ ഊറ്റുക. ഒത്തിരി കയറ്റി ഊറ്റല്ല, ഒത്തിരി ഊറ്റിയ കൊളസ്ട്രോൾ ഒന്ന് എത്തുപോകും. അടുത്തതായിട്ട് ഇന്നലത്തെ ബീഫ് നേരെ ഉരുളിയിലോട്ട് എടുത്തു. കത്തിപ്പോ. ഇനി നമ്മുടെ മെയിൻ സാധനം തേങ്ങാക്കൊത്ത്. ഹൈ ഫ്ലെയിമിലൊരു 10-15 മിനിറ്റ് അതിൻ്റെ ചാറൊക്കെ ഒന്ന് വറ്റി, അതിൻ്റെ അരപ്പൊക്കെ ഒന്ന് കുഴുകുഴാന്നാകുന്നിടം വരെ ഒന്ന് ഇളക്കി വിടുക. ഏകദേശം ചാറ് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ചാറ് വറ്റി തുടങ്ങുമ്പോൾ ഇച്ചിരി കൂടി കൊളസ്ട്രോളും ഇല്ല. ഇപ്പം ഏകദേശം നമ്മുടെ ബീഫ് ഉലത്തിയതിൻ്റെ ഒരു 80% പണി കഴിഞ്ഞിട്ടുണ്ട്. ലേശം കുരുമുളക് കൂടി അങ്ങോട്ട് ഇടാം. നല്ല പച്ച കുരുമുളക്, നല്ല പൊട്ടിച്ച പൊടിയുണ്ട്. അത്രയും മതി. നമ്മുടെ ബീഫ് ഉലത്തിയത് ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുണ്ട്. അടിക്ക് പിടിക്കാതെ നല്ല സൂപ്പറായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ബീഫിൻ്റെ മണം അങ്ങോട്ട് അടിച്ചിട്ട് അപ്പുറത്തുനിന്ന് കാക്കയും കോഴിയും വരെ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒലത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നല്ല സൂപ്പർ ഒലത്ത്. ഞാൻ ഒലത്തിക്കൊണ്ട് പറയുമല്ല, ഇതുപോലൊരു ഒലത്ത് ഞാൻ കഴിച്ചിട്ടില്ല. ഇതുപോലൊരു ഒലത്ത് ഞാൻ ഒലത്തിയിട്ടുമില്ല. സൂപ്പർ. അപ്പം നമ്മൾ ഏതൊരു ഫുഡ് കഴിച്ചാലും ആ ഫുഡിനൊരു കോമ്പിനേഷനുണ്ട്. എൻ്റെ ഓരോ ഫുഡിനും ഓരോരോ കോമ്പിനേഷനാണ്. ഇപ്പം പൊറോട്ടയും ബീഫും ആണെങ്കിൽ എൻ്റെ ഒരു കോമ്പിനേഷൻ കാണിച്ചു തരാം. വാ. പൊറോട്ടയിലോട്ട് ഒരു ഇച്ചിരി നല്ല ചൂട് പാലിനെ കൂട്ടണം. ഈ പാല് കുതിർത്തിയ പൊറോട്ടയിലോട്ട് നമ്മുടെ ഒലത്ത് അങ്ങോട്ട് വെക്കണം. മതി. ഇതാണ് കോമ്പിനേഷൻ. നല്ല പൊറോട്ടയും ചൂട് പാലും നല്ല ഒലത്തിയ ബീഫും. നമ്മുടെ ബീഫിൻ്റെ ഒലത്ത് എങ്ങനെയുണ്ടെന്ന് അമ്മായിടെ ചോദിക്കാം. അമ്മ ഇങ്ങ് വന്നേ. അപ്പോൾ അമ്മ ഇത് ടേസ്റ്റ് ചെയ്തിട്ട് ജെന്യൂൻ ആയിട്ട് പറഞ്ഞു, നല്ലതാണ് നല്ലതാന്ന് പറഞ്ഞു, മോശമാണെങ്കിൽ മോശമാണെന്ന് പറഞ്ഞു. നല്ലതാണല്ലോ, അടിപൊളിയാണല്ലോ, സൂപ്പറാണല്ലോ. എങ്ങനെയുണ്ടടി എൻ്റെ ഒലത്ത്?